ശബരിമല സ്വർണ്ണമോഷണ കേസുകളിൽ ജാമ്യ ഹർജികളുമായി പ്രതികൾ ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതിയിലും രണ്ടാം പ്രതി മുരാരി ബാബു റാന്നി കോടതിയിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അതേസമയം മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ അപേക്ഷ നൽകി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പമ്പയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് പുതിയ നീക്കം. കീഴ്ക്കോടതിയിൽ അപേക്ഷ നൽകാനായിരുന്നു ജയശ്രീക്ക് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള മുരാരി ബാബു റാന്നി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. എന്നാൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നടപടികൾ ആരംഭിച്ചു. ഇരുവരെയും നാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ഇരുവരെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം രണ്ട് കേസുകളിലും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പമ്പയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച SIT നീക്കം ആരംഭിച്ചു. പമ്പയിൽ പ്രത്യേക ക്യാമ്പ് ആരംഭിച്ചായിരുന്നു സ്വർണ്ണമോഷണത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പമ്പയിലേക്ക് കൊണ്ടുപോകാൻ SIT ആലോചിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിൽ നിന്നും ഉരുക്കിയ സ്വർണം കണ്ടെത്തിയതുപോലെ കട്ടിളപ്പാളിയിൽ നിന്ന് കാണാതായ സ്വർണം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളും SIT ഊർജിതമാക്കി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.